നമ്മൾ യാത്ര പോകുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും. നല്ല സ്ഥലങ്ങൾ കാണണം, ആ സ്ഥലത്ത് തന്നെ നല്ല കാലാവസ്ഥയായിരിക്കണം, നല്ല എക്സ്പീരിയൻസസ് കിട്ടണം, അല്ലേ? നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. പക്ഷേ നമ്മളിങ്ങനെ ഓർക്കാതെ ഇരിക്കുമ്പോൾ ചില സ്പെഷ്യൽ എക്സ്പീരിയൻസസ് നമ്മൾക്ക് ഈ യാത്രകൾ സമ്മാനിക്കും. എനിക്ക് ഈ യാത്രയിൽ ഞങ്ങൾ നല്ല ഒരു ഹിൽ സ്റ്റേഷനിലാണ്. അപ്പോൾ നല്ല മഞ്ഞുണ്ട്, മഞ്ഞ് ആസ് ഇൻ മിസ്റ്റുണ്ട്, നല്ല മിസ്റ്റും ഒക്കെ ആയിട്ട്, നല്ല ചെറിയ ചാറ്റൽ മഴയും ഒരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ല ഒരു അന്തരീക്ഷമാണ്. ഓണം ടൈമാണ് ഇവിടെ കേരളത്തിൽ. അപ്പോൾ ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ മരത്തിൻ്റെ ഒരു മാങ്കൊമ്പിൽ നിന്നും ഒരു കയർ ഒക്കെ കിട്ടിയ ഒരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ സമയം ഒറ്റയ്ക്ക് ഞാൻ ആ ഊഞ്ഞാലിൽ പോയിരുന്ന് ആടി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഊഞ്ഞാലാട്ടം. ആക്ച്വലി ആ ഊഞ്ഞാലിൽ കയറുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ചേച്ചിമാരോടൊക്കെ ചോദിച്ചു, ചേച്ചി കൊച്ചു പിള്ളേർക്കുള്ള ഊഞ്ഞാലെങ്ങാനും ആണോ, ഞാനിരുന്നാൽ പൊട്ടുവോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ടാണ് കയറി ആടിയത്. സോ ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞപ്പോൾ പഴയ ഓണങ്ങളെ പറ്റിയൊക്കെ മനസ്സിൽ ഓർമ്മകളോടി വന്നു. പണ്ടൊക്കെ ഓണത്തിൻ്റെ ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു വീട്ടിൽ ഊഞ്ഞാലിടുക എന്നുള്ളത്. ഞാനും എൻ്റെ അനിയത്തിയും ഒക്കെ ഒരുപാട് ഊഞ്ഞാലാടി വളർന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെ മരത്തിൽ നിന്ന് കെട്ടിയിടുന്ന ഊഞ്ഞാലൊക്കെ കാണാനുള്ള ഭാഗ്യം ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അന്യം തിന്നുപോയി എന്നൊക്കെ പറയുന്ന ഒരു കല പോലെയാണ് അല്ലേ അങ്ങനെ മരത്തിൽ നിന്ന് കെട്ടിയ ഊഞ്ഞാലൊക്കെ ഇന്നത്തെ കാലത്ത്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ ഒരു ഊഞ്ഞാൽ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി, അത് ആടാനുള്ള ഭാഗ്യവും ഉണ്ടായി. സോ ഐ ക്യാൻ സേ എൻ്റെ ഓണം ഇസ് ലൈക്ക് ഹാസ് ആക്ച്വലി ബിക്കം എ വെരി ഹാപ്പി ഓണം, ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ഊഞ്ഞാൽ. പിന്നെ കുട്ടിക്കാലത്തൊക്കെ വേറെ ഒരു ഓർമ്മയുണ്ട്. ഊഞ്ഞാൽ ആടുമ്പോൾ ഏറ്റവും ഹൈറ്റിൽ ആരാണ് ഊഞ്ഞാലാടുന്നത്, ഏറ്റവും ഹൈറ്റിൽ പോയി ഏതെങ്കിലും കൊമ്പിൽ തൊട്ടിട്ട് വരിക, ഇല പറിക്കുക, അങ്ങനെയുള്ള പല പല കലാപരിപാടികൾ ഊഞ്ഞാലാട്ടവുമായി അനുബന്ധിച്ച് കിടക്കുന്ന ഐറ്റംസാണ്. ഇന്നിപ്പോൾ ഒരുപാട് സർക്കസിനൊന്നും ഞാൻ പോയില്ല. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ തലകുത്തി വീണ് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഓണ എൻ്റർടൈൻമെൻറ്റ് കൂടെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ചെയ്തില്ല. പക്ഷേ ഊഞ്ഞാലാടിയ ആ സന്ദർഭം വളരെ നല്ലതായിരുന്നു. ആൻഡ് ആക്ച്വലി ഇന്നത്തെ ഊഞ്ഞാൽ ആടുന്ന വ്യൂ വളരെ സൂപ്പറായിരുന്നു. കാരണം മലനിരകളുടെ നടുക്കുള്ള ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ കൊമ്പിൽ കെട്ടിയ ഒരു ഊഞ്ഞാലാണ് എനിക്ക് നാടാൻ കിട്ടിയത്. അതൊരു ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെയും മരത്തിൻ്റെ താഴെയും അങ്ങനെയൊക്കെ ആടിയിട്ടുണ്ടെന്നല്ലാതെ മലനിരകളെ നോക്കി ആദ്യമായിട്ടാണ് ഇന്ന് ഊഞ്ഞാലാടിയത്. എൻ്റെ ഈ യാത്ര ധന്യമായി എന്നെനിക്ക് കോൺഫിഡൻ്റായി പറയാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ പാർട്ടിംഗ് തോട്ട് വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും കുഞ്ഞു പിള്ളേരായാലും വലിയവരായാലും സ്ക്രീനുകളിൽ നിന്നും സ്ക്രീനുകളിലേക്ക് സഞ്ചരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സഞ്ചാരങ്ങൾക്കിടയിൽ ഇതുപോലെ പ്രകൃതി രമണീയമായിട്ട് നേച്ചറുമായി ടൈം സ്പെൻഡ് ചെയ്യുക എന്നതും നമ്മൾ നമ്മുടെ ഒരു പ്രയോറിറ്റി ആക്കി മാറ്റുക. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം പോലെ വേറെ ഒന്നുമില്ല.